KSRTCയിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിന് പണം അനുവദിക്കുന്നു ധനവകുപ്പ്. 91.53 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ മാസം 29-നകം പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 91.53 കോടി രൂപ കൂടിയാണ് KSRTCക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇതിൽ 71.53 കോടി രൂപ പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനാണ്. ജീവനക്കാരുടെ ശമ്പളത്തിന് രണ്ടാം ഗഡു നൽകാൻ 20 കോടി. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിന് KSRTC വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് സർക്കാർ ഉറപ്പാക്കുന്നതോടെ KSRTCക്ക് വീണ്ടും വായ്പ എടുക്കാനാകും. ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ചെയ്യാൻ ഈ മാസം ആദ്യം 30 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ 20 കോടി കൂടി നൽകിയത്. ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം 50 കോടി രൂപ കോർപ്പറേഷന് സർക്കാർ നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ മാസം 29-ന് പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 2 മാസത്തെ പെൻഷൻ നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോടും ഗതാഗത സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.